ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൂരം അശ്വതി വേല ആരംഭിക്കുക കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നാട് ഇങ്ങനെ ഒരുങ്ങി എന്താ പറയുക കുറേ ദിവസങ്ങളായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഉത്രട്ടാതി, രേവതി, അശ്വതി അങ്ങനെ 3 ദിവസങ്ങളോട് കൂടിയിട്ടാണ് കേട്ടോ ഈ പൂരം നടക്കുന്നത്. നമുക്ക് തിടമ്പേറ്റാൻ പോകുന്നതുണ്ടല്ലോ. നമുക്ക് ഈ പ്രാവശ്യം ഒരു ഡബിൾ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഡബിൾ ആയിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ വലിയാലയ്ക്ക് ഭഗവതിക്ക് തിടമ്പേറ്റണം നമ്മുടെ വലിയാലയ്ക്കൽ ദേവസ്വം കുട്ടിശങ്കരനാണ്. അപ്പം അതായത് പണ്ട് ചോപ്പി കുട്ടിശങ്കരനാണെന്നാണ് പറയാറ്. ഇപ്പൊ ആ കുട്ടിശങ്കരനെ നമ്മുടെ വലിയാലക്കൽ അമ്പലത്തില് നടയിരുത്തിയിരിക്കുകയാണ്. അപ്പൊ വലിയാലക്കൽ അമ്പലത്തില് നമുക്ക് കുട്ടിശങ്കരനെ സ്വന്തമായി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഭഗവതി ഇന്ന് ഈ വർഷം നമുക്ക് വലിയാലക്ക കുട്ടിശങ്കരന്റെ പുറത്താണ് തിടമ്പേറ്റി പോകുന്നത്. അപ്പോ വലിയാലക്കൽ ക്ഷേത്രം നമുക്ക് 5 അമ്പലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് വലിയാലക്കൽ ക്ഷേത്രത്തിന് ഈ ദേവസ്വം ഗ്രൂപ്പിന് 5 ക്ഷേത്രങ്ങളാണുള്ളത്. അതിലൊന്ന് വലിയാലക്കൽ ഭഗവതി, പിന്നെ തൃശ്ശൂർ പൂരത്തിന് ഘടകകക്ഷിയായിട്ട് വരുന്ന നമ്മുടെ കണിമംഗലം ശാസ്താവ്, പിന്നെ വട്ടപ്പിന്നി ഭഗവതി ക്ഷേത്രം. അവിടെ പ്രധാനമായിട്ടുള്ളത് വിഷുവേലയാണ് കേട്ടോ. അടിപൊളിയാണ് അടുത്ത വിഷുവേല. നമുക്ക് ഈ വർഷം എന്തായാലും പോയിട്ടൊന്ന് കാണാം കേട്ടോ. പിന്നെ മാമ്പഴക്കാട് അയ്യപ്പ ക്ഷേത്രം, അത് പനമുക്കിലാണ്. അവിടെ തന്നെ പനമുക്കിൽ തന്നെ ഒരു ശിവക്ഷേത്രവും കൂടിയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 5 ക്ഷേത്രങ്ങളാണ് നമുക്ക് വലിയാലയ്ക്കൽ ദേവസ്വത്തിന് കീഴിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പരിസരം ആലും വലിയ ഗ്രൗണ്ടും എല്ലാം നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളത്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ക്ഷേത്രത്തിന്റെ ഒരു വലിയാലയ്ക്കൽ ആ ഒരു ഭാഗം മാത്രമായിട്ടാണ് നമുക്ക് തോന്നാം. പക്ഷെ അല്ല, നമുക്കൊരു വലിയ ഗ്രൗണ്ടാണ്. അവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കാറുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ വലിയ വലിയ ആലുകള്, പിന്നെ വട്ടത്തറ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് നാട്ടുകാരുടെ എല്ലാം, ഓരോ ഏജ് ഗ്രൂപ്പുകള്, നാട്ടുകാരൊക്കെ എല്ലാവരും ഒരു ഏജ് ഗ്രൂപ്പ്. അതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത. എല്ലാവരും ഒറ്റക്കെട്ടാണ്. പിന്നെ ഓട്ടം, രാവിലെ ഒരു ഓട്ടത്തിന് പോകുന്ന ആൾക്കാരുടെ, പിന്നെ മോർണിംഗ് വാക്കിന് പോകുന്ന ആൾക്കാര്, അതായത് എല്ലാത്തിനും ഓരോരോ ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകളെല്ലാം ഒന്നു ചേർന്ന് നിന്നിട്ടാണ് നമ്മളിപ്പോ ഈ വലിയാലയ്ക്കൽ ഭഗവതിയുടെ ഈ പൂരം, അതായത് വേല നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാം ഓരോരോ ഗ്രൂപ്പുകളിൽ ചേർന്ന് ഒറ്റ ഗ്രൂപ്പും, അതാണ് വലിയാലയ്ക്കൽ ദേവസ്വം എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ട്രെങ്ത്. ആ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറാണ് നമ്മൾ, ഒറ്റ സ്ട്രെങ്ത്. അങ്ങനെ അപ്പം ആ കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലും അല്ലെ എല്ലാ ഒരു ഇതിലും നമുക്ക് ഓരോരുത്തരും ഉണ്ടാവുമ്പോൾ എല്ലാവരും നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തിടമ്പേറ്റി കുട്ടിശങ്കരന്റെ പുറത്ത് തിടമ്പേറ്റി ഭഗവതി നാട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. നമ്മുടെ നാടും നഗരവും വീക്ഷിക്കാൻ ഇങ്ങനെ നമ്മുടെ നാട്ടുകാരെ കാണാനും അത് എല്ലാം നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഇപ്പൊ ഒരു പറയെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോലൊക്കെ വരച്ച്, അതിമനോഹരമായിട്ട് കോലൊക്കെ വരച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഭഗവതി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഇവിടുന്ന് പറയെടുപ്പോട് കൂടിയിട്ടാണ് കേട്ടോ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കൊണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തന്നെ ഒരുപാട് പറയെടുപ്പൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഓരോ വീടിന്റെ മുറ്റത്തും അത് ഞാനൊക്കെ നടന്നു കണ്ടപ്പോഴേ വലിയ വലിയ കോലങ്ങളാണ് വരച്ചിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഭംഗിയൊക്കെ എല്ലാവരും നമ്മുടെ വേല, നമ്മുടെ ആഘോഷം, ഇതാണ് വലിയാലയ്ക്കലുകാരുടെ പ്രത്യേകിച്ചുള്ള ആഘോഷം. നമ്മുടെ കുറുക്കഞ്ചേരി തൊട്ടടുത്താണ്. കുറുക്കഞ്ചേരി ഒരു വലിയ പൂയം കഴിഞ്ഞു. അതൊരു പൂയം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതാണ് വേല. ഇനി നമുക്ക് വിഷുവിനാണ്, ഞാൻ പറയില്ല, വട്ടപ്പനി അമ്പലത്തിലെ വിഷുവേല. അപ്പൊ അങ്ങനെ നമ്മളുടെ ഈ ആഘോഷങ്ങൾ ഇങ്ങനെ തുടരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും അതേപോലെ തന്നെയാണ്, ഒരു ആവേശത്തിമർപ്പിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ഭഗവതിയുടെ ഒരു കൊട്ടുമേളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഭഗവതി അങ്ങ് ഇറങ്ങും. അയ്യപ്പൻ കാവിലേക്കാണ് കേട്ടോ. അയ്യപ്പൻ, അതായത് കണിമംഗലം ശാസ്താവിന്റെ നടയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പം കണ്ടില്ലേ എല്ലാവരും എന്നുവെച്ചാൽ ഇവരൊക്കെയാണ് നമ്മുടെ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ എന്ന് പറയാം, നമ്മൾ പറയില്ലേ മുന്നിലും പിന്നിലും എന്ന് പറഞ്ഞോണം സ്ട്രെങ്ത് ആണ് ഇവിടെ ഒരു ഇപ്പം അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര സൗഹൃദങ്ങൾ ഒത്തിരിയുള്ള ഒരു നാടാണ് വലിയാലിക്കൽ. സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടും കൂടിയാണ് വലിയാലിക്കൽ. എന്താ നാടും നഗരവും ഒക്കെ ഒരുങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞോണ്ട് എന്താ ഭഗവതി ഇങ്ങനെ പുറത്തേക്ക് ഒരു വലിയ ആലിൻ്റെ അതായത് ഭഗവതി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലും ബാക്കിലും എന്ന് പറഞ്ഞോണം ആലാണ്. അതായത് നല്ല ശുദ്ധവായുവാണ്. പിന്നെ നമ്മൾ എത്ര നട്ട വെയിലിലും ഉച്ചനേരത്തായാലും നല്ല കാറ്റായിരിക്കും, നല്ല ശബ്ദമാണ് അവിടുത്തെ ഒരു ഇത് കോമരൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. അമ്പലത്തിൻ്റെ കോമരാണ് കണ്ടോ. പറയെടുപ്പൊക്കെ നടക്കുന്നത്. അതായത് ഇത് പ്രമോദിൻ്റെ വീടാണ് കേട്ടോ, ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ പറവയ്ക്കുന്നത്. അങ്ങനെ പറവയ്പ്പ് കഴിഞ്ഞ് ഭഗവതി പറയൊക്കെ സ്വീകരിച്ച് അങ്ങനെ വീണ്ടും ഓരോ വീടുകൾ മുന്നിലും ഇങ്ങനെ ഭഗവതി വന്ന് നിന്ന് പറയെടുക്കുന്നു. അപ്പോൾ കുട്ടിശങ്കറിന് പഴം കൊടുക്കാനുള്ള പരിപാടിയാണ്. ശ്രീകുമാറാണ് ഇത്, കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടിശങ്കരന് അതാ പഴം കൊടുത്തു. അതായത് കുട്ടിശങ്കരൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഒരു ആനക്കുട്ടനാണ്. നമ്മൾ കുട്ടിശങ്കരൻ കുളിച്ച് സുന്ദരകുട്ടപ്പനാവണമെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ള റങ്ങായിട്ടോ. ഇനി ഇവർ അങ്ങനെ നടന്ന് നമുക്ക് കണിമംഗലം ശാസ്താവിൻ്റെ നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ നമ്മുടെ കുട്ടിശങ്കരനെയും കൊണ്ട് തിടമ്പേറ്റിയിട്ട് ആന വരികയില്ല, അല്ലെങ്കിൽ ആന ഇങ്ങനെ വരികയില്ല. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആനയ്ക്ക് പഴം കൊടുക്കണം, ചക്ക കൊടുക്കണം. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ പൂരമേലേക്ക് ഉണ്ടാവുന്നത് വേനൽക്കാലത്തായതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് പഴവും അതേപോലെ ചക്കയും. ഇതൊക്കെ പണ്ട് കാലം മുതലേ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഇതൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ, പണ്ട് നമ്മൾ നാളികേരം ഇങ്ങനെ നാളികേരം ഇട്ട് കൊടുക്കും, ചക്ക ഇങ്ങനെ ഇട്ട് കൊടുക്കും ആനയ്ക്ക്. അപ്പോൾ ഇങ്ങനെ വലിയ പറമ്പുകളിലാണല്ലോ ഇങ്ങനെ ആനേനൊക്കെ കെട്ടി വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ വീട് ചേർപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആനയും പൂരൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ എൻ്റെ പണ്ടത്തെ കുഞ്ഞുകാലൊക്കെ ഓർമ്മ വരാം. കുഞ്ഞുകുട്ടി ഇങ്ങനെ എന്താ പറയുക ആപ്പിളും പഴമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടിട്ടും. പിന്നെ എല്ലാം പറഞ്ഞില്ല, എല്ലാ വീട്ടിലും ഇങ്ങനെ പറയൊക്കെ വെച്ച് ഇങ്ങനെ പതുക്കെ മന്ദം മേളത്തോടു കൂടി ഇങ്ങനെ പറവയ്പ്പിന് വരികയാണ് കേട്ടോ. ഇതാണ് കോമരം. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ പറവയ്പ്പൊക്കെ കഴിഞ്ഞതാ നമ്മളുടെ കണിമംഗലം ശാസ്താവിൻ്റെ മുൻപിലേക്ക് എത്തി. ഇവിടെ നല്ല മേളത്തോട് കൂടിയിട്ടുള്ള ഇതായിരുന്നു. കണിമംഗലം ശാസ്താവിൻ്റെ അവിടെ ഭഗവതി വരുന്നേക്കാളും മുൻപ് ഇവിടെ കണിമംഗലം ശാസ്താവ് ഇറങ്ങി നിന്നുള്ള ഒരു മേളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു. എന്താ പറയുക, ആ മേളം കേൾക്കാനായിട്ട് എൻ്റെ ഒപ്പം പഠിച്ച ഒരു ശ്രീകുമാറാണ് അവിടെ കൊട്ടിക്കൊണ്ട് ആ നീല, അത് എൻ്റെ കൂടെ 5 തൊട്ട് 10 വരെ പഠിച്ച ശ്രീകുമാറാണ്. ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. അപ്പോൾ കണ്ടു. അങ്ങനെ എന്നെ അവൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടു. ഞാനത് ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ശ്രീകുമാർ കഴിഞ്ഞ വർഷവും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഞാൻ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങൾ നാട്ടുകാരും കൂടിയാണ്, എൻ്റെ നാട്ടുകാരും കൂടിയാണ്. അങ്ങനെ കുറച്ച് നേരം മേളൊക്കെ കണ്ട് അങ്ങനെ കൊട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ മേളൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ ഭഗവതി തിരിച്ച് അവിടേക്ക് നമ്മുടെ ക്ഷേത്രത്തിന് നടയിലേക്ക് എത്തും. അവിടെ കുറേ നേരം നമുക്ക് ഒരു 6:30 വരെ നമുക്ക് അവിടെ മേളം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് നേരത്തേക്ക് അങ്ങനെ അവിടെ നിന്ന് പോന്നു. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇവിടുത്തെ നാട്ടുകാരാണ്, നമ്മുടെ കണിമംഗലം ശാസ്താവ്. ഈ കണിമംഗലം ശാസ്താവാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂപൂരത്തിന് 7 മണിക്ക്, അതായത് വെയിലും മഴയൊന്നും കൊള്ളാതെ എത്തി പൂരം
കഴിക്കുന്ന ശസ്താവാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഇവിടേക്ക് എത്തി. അപ്പോൾ ഇത് ഒരു പ്രത്യേക കലാരൂപമാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് കൂടുതൽ ഞാൻ ഇത് കണ്ടിരിക്കുന്നത്. ഓരോ ആളുകളുടെയും വ്യത്യസ്തമായ ഓരോ കലാരൂപങ്ങളാണിത്. അപ്പം എന്താ പറയുക, എനിക്ക് അതിന് ജാതിപ്പേര് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെയാണെന്നാണ് പറഞ്ഞു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഓരോ തറകളുണ്ട്. ആ തറകളുടെ അവിടെയാണ് പണ്ടേ കാലം മുതലേ നടന്നു വരുന്ന ഒരു ആചാരമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ആളുടെ ആവേശവും, കാരണം കളിക്കുമ്പോഴത്തെ അവരുടെ ആ ഒരു ആവേശം ഉണ്ടല്ലോ, അതുപോലെ ആ കൊട്ടിനനുസരിച്ച് നമുക്കും ഒരു പ്രത്യേകത തോന്നും. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ആസ്വദിച്ചാണ് കടന്നിരുന്നു. അതിനുശേഷം മേളപ്പെരുക്കം ഇങ്ങനെ തുടങ്ങി അത് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊട്ടും പറയല്ലേ, നമ്മൾ അങ്ങനെ ഈ വർഷത്തെ വേലയുടെ സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൊട്ടൊക്കെ അങ്ങനെ ഇവിടെ മേളൊക്കെ കഴിഞ്ഞു. ഇവിടെ മേള ആസ്വദിക്കുന്ന ആ അവസാനത്ത് അങ്ങനെ നമ്മുടെ കൈകളിങ്ങനെ അറിയാണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്ന് നമ്മളിങ്ങനെ ആ ഒരു താളത്തിനൊത്ത് നമ്മുടെ കൈകളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും അല്ലേ. അതാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കായിരുന്നു. ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല ആവേശമായിരുന്നു എല്ലാവർക്കും. അത്രയും ആളുകളുണ്ടായിരുന്നു. ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ടാണ് വെള്ളിയാലിക്കലൊക്കെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത്രയും രസമായിരുന്നു മേളത്തിൻ്റെ കൊട്ടും ആ ഒരു ആളുകളുടെ ആവേശവും എല്ലാം. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത്രയും തിരക്കുകൾ ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മൾ പറയല്ലേ, എനിക്ക് ഇങ്ങനെ വെഞ്ചാമരം വീശണതും ആലുവട്ടം വീശണതൊക്കെ ഒരു അതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു ആലവട്ടത്തിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, ഇങ്ങനെ വീശുമ്പോഴും വെഞ്ചാമരം വീശുമ്പോഴത്തൊക്കെ ഒരു ഭംഗി, അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ഇത്രയും അടുത്ത് നിന്നിട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പൂരം നടക്കുമ്പോഴാണല്ലോ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മേളപ്പെരുക്കൊക്കെ കഴിഞ്ഞ് എന്താ ആകാശത്ത് വർണ്ണ വിസ്മയമായിരുന്നു. നന്നായിട്ടുള്ള ഒരു വെടിക്കെട്ട് എന്നൊക്കെ പറയാം. നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ രസമായിരുന്നു. ഇതൊക്കെ ഗാനമേള കേൾക്കാനും ഈ വെടിക്കെട്ട് കാണാനും മേളം കാണാനൊക്കെ വന്ന ആളുകളാണ്. ഇതിൻ്റെ പൂരജന തിരക്കായിരുന്നു. ഒരു ആ ഗ്രൗണ്ട് മൊത്തം ആൾക്കാരായിരുന്നു ഈ വർഷം. നല്ല ഗാനമേളയായിരുന്നു, നല്ല രസമായിരുന്നു. ഇതിന് ശേഷം ഗാനമേള ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അടിപൊളി ഗാനമേളയായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ നല്ല ഗാനമേള കാണാനും നല്ലൊരു വൈബ്, നല്ലൊരു പൂരത്തിൻ്റെ ഒരു വൈബ് ആസ്വദിക്കാനൊക്കെ നമുക്ക് സാധിച്ചു. കണ്ടോ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് മിനിറ്റ് പോലെ രസം. വെടിക്കെട്ട് കഴിഞ്ഞു ഉടനെ തന്നെ ഗാനമേള ആരംഭിക്കും, കൃത്യം 7 മണിക്ക് തന്നെ. അപ്പം അതുകൊണ്ട് അത് കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് എല്ലാവരും. അല്ലോ ആ ഒരു വെടിക്കെട്ടിൻ്റെ ഒരു ഭംഗിയോടുകൂടി ഇത്ര ഇനി അടുത്ത ഒരു വർഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത വേല വരാൻ വേണ്ടിയിട്ട്. അജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.